അച്ഛനോട് വഴക്കുണ്ടാക്കി എന്നെ ഉപേക്ഷിച്ചിറങ്ങിപ്പോയ അമ്മ കാരണോ എന്റെ അച്ഛൻ എന്നെ വെറുത്തു തുടങ്ങിയത്. അതെനിക്ക് മനസ്സിലായത് ഞാൻ വളർന്നു കഴിഞ്ഞപ്പോഴാ. അച്ഛൻ എപ്പോഴും എന്നോട് ദേഷ്യം വന്നാലും നീ നിന്റെ അമ്മയെപ്പോലെയാണ്, നിന്റെ അമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞെന്നെ കുറ്റപ്പെടുത്തും. അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്റെ അമ്മയോടുള്ള വെറുപ്പ് ഉണ്ടായിരുന്നു ആന്റി. ഇത്രയും വർഷം ഞാൻ അമ്മയില്ലാതെ ജീവിച്ചു. അമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലോ ലാളനയോ ഒന്നും എനിക്ക് ലഭിച്ചില്ല. ഒരു വിശേഷ ദിവസങ്ങളിൽ പോലും സമ്മാനങ്ങളുമായി എന്റെ അമ്മ എന്നെ തിരഞ്ഞു വന്നിട്ടില്ല. മറ്റുള്ളവരൊക്കെ എപ്പോഴും അവരുടെ അമ്മമാരെ കുറിച്ച് സംസാരിക്കുമ്പോ എന്റെ ഉള്ളിൽ വിഷമം കൊണ്ട് തിങ്ങിയിരുന്നു. പിന്നീട് എനിക്കത് ശീലമായി. അമ്മയില്ലാതെ ഇത്രയും കാലം ജീവിച്ചത്. ഇനി എന്തിനാ ആന്റി എനിക്ക് അമ്മ? ആന്റിക്ക് എന്റെ അമ്മ അറിയാം. എന്നെ കണ്ടപ്പോ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിരിഞ്ഞിരിക്കുന്ന അമ്മയെയും മകളെയും ഒന്നിപ്പിക്കണമെന്നാവും ആന്റിയുടെ മനസ്സിൽ. അത് ഞാൻ ആന്റിയെ രക്ഷിച്ചതിന് പകരമായിട്ടാണെങ്കിലും വേണ്ട. ആന്റി എന്നോട് ക്ഷമിക്കണം. ദയവ് ചെയ്ത് എന്നെ കണ്ടതോ സംസാരിച്ചതോ ഒന്നും എന്റെ അമ്മയോട് പറയരുത്. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മ എന്നെ തേടി വന്നേനെ. മറ്റൊരാളെ നിർബന്ധിച്ചിട്ട് ഇനി ഇത് വേണ്ട. മാഡം, മാഡം വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. വേണേട്ടാ, വേണ്ട. ഋതിക പറഞ്ഞതാ ശരി. ഋതികയുടെ അമ്മയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഋതികയും വെറുതെ എന്തിനാ പിണങ്ങുന്നത്? അവൾക്ക് മകളെക്കുറിച്ച് എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവള് ഋതിക പറഞ്ഞതുപോലെ മകളെ കാണാൻ എന്നേ വന്നേനെ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ആന്റി, സമയം ഒരുപാട് വൈകി. ശരി മോളെ. മാഡം, ഞാൻ നിങ്ങൾ ചെല്ല്. ഋതിക മോൾക്ക് ധൃതിയുണ്ട്. നമുക്ക് ഇടയ്ക്ക് കാണാം. വേണുചേട്ടൻ സമയമുള്ളപ്പോ വീട്ടിലേക്ക് ഇറങ്ങ്. ചെറിയ താഴത്തെ ഓലിക്ക തറവാട്ടിലുണ്ട് ഞാൻ. പൊയ്ക്കോ. മാഡം, മാഡത്തിന് വിഷമമായിന്ന് എനിക്കറിയാം. അവൾ എന്നെ കുറിച്ച് പറഞ്ഞത് ശരിയല്ലേ? ഒക്കെ എന്റെ തെറ്റല്ലേ? പ്രതാപവർമ്മയല്ലേ അവളെ വളർത്തിയത്? വീറും വാശിയും ഒട്ടും കുറയില്ല. അയാള് പറഞ്ഞത് കേട്ട് അമ്മാവൻ രാജുവിനെ വീണ്ടും കൂടെ കൂട്ടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അമ്മാവ, അമ്മാവൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാജുവിനെ വീണ്ടും അമ്മാവന്റെ ഒപ്പം നിർത്തണോ? ഒരു ജോലിക്കാരനായിരുന്ന അവൻ അമ്മാവനോടും
നമ്മുടെ കുടുംബത്തോടും ചെയ്ത ദ്രോഹം അമ്മാവന് ക്ഷമിക്കാൻ പറ്റുമോ? നമുക്ക് തിരിച്ചു പോവാം അമ്മാവ. അമ്മാവന്റെ പ്രശ്നം ഇലക്ഷൻ അല്ലേ, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മാവന് ഇലക്ഷനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിനക്കെന്തറിയാം? TV ന്യൂസിലും പത്രങ്ങളിൽ നിന്നും അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നീ കൂടുതൽ കേട്ടിട്ടുണ്ടോ? ഇത് അമേരിക്ക അല്ല, കേരള. എന്റെ വഴി നീതിയുടെ ന്യായത്തിന്റെയാ. എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടേത് അങ്ങനെ ആവണമെന്നില്ല. സുകുമാരേട്ടൻ ഞാൻ രാഷ്ട്രീയത്തിൽ ഗുരുവായിട്ട് കാണുന്ന വ്യക്തിയാ. അദ്ദേഹം പറയുന്ന എന്താണെങ്കിലും എനിക്ക് അനുസരിച്ചേ പറ്റൂ. ഇലക്ഷൻ കഴിയുന്നവരെ രാജു എന്റെ ഒപ്പം നിൽക്കട്ടെ. ആ അത് ശരി, ഇപ്പോഴാണ് രണ്ടാളും വരുന്നത്. കൊറേ സമയം എടുത്തല്ലോ. ആ മേഡം നിങ്ങൾ തന്നെ അത് കൊടുക്ക്. തന്നെ കൃതിക മാഡത്തിന് സാധനങ്ങൾ വാങ്ങുന്നത് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് കവലയിലെ ദാമോദരന്റെ കടയിൽ നിന്ന് വാങ്ങൽ നിർത്തി. ദാമോദരന്റെ അനിയന് ടൗണിലൊരു സൂപ്പർ മാർക്കറ്റില്ലേ, അവിടുന്ന് ഇനി മുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോണത്. കൃതിക മാഡത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള സ്ഥലത്തല്ലേ നമുക്ക് കൃതിക മാഡത്തിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കഷ്ടമുണ്ട് കേട്ടോ ഋതിക മാഡം. വർഷങ്ങളായി ദാമോദരൻ ചേട്ടന്റെ കടയിൽ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. അത്യാവശ്യത്തിന് പറ്റും കിട്ടുമായിരുന്നു. ഇനിയിപ്പോ അത് നടക്കില്ല. പാവം ദാമോദരൻ ചേട്ടന്റെ സ്ഥിരമായിട്ട് നടക്കുന്ന കച്ചവടവും പോയി കിട്ടി. അയ്യോ രാജു, എനിക്കങ്ങനെ വലിയ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും സാധനങ്ങൾ വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാനൊരു തമാശ പറഞ്ഞ മാഡം. മാഡവും ചേച്ചിയും കവലയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരുന്നത് വർമ്മ സാറ് കണ്ട് അത് വലിയ പ്രശ്നമായപ്പോഴേ ദാമോദരൻ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, ഋതിക മാഡത്തെയും കൂട്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ അനിയന്റെ സൂപ്പർ മാർക്കറ്റിലെ പോവാൻ പാടുള്ളൂ. എടാ നിന്റെ അമ്മയുടെ അമ്മ അകത്ത് തന്നെ ഉണ്ടല്ലോ. രാധമ്മേ, എടി രാധേ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചേ. ആ രാജു, ഞാൻ പറയാൻ മറന്നു. സൂപ്പർ മാർക്കറ്റ് വെച്ച് ഞാൻ ആ ആന്റിയെ കണ്ടു. ഏതാന്റി? നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചേ. അത് കോട്ടക്കുന്നിൽ രാധാകൃഷ്ണനല്ലേ? അതെ, വർമ്മ സാറിന്റെ എതിർ സ്ഥാനാർത്ഥി. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നാവോ? നമസ്കാരം. ആ നമസ്കാരം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? നല്ല കഥയായി. കോട്ടക്കുന്നിൽ രാധാകൃഷ്ണൻ സാറിന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? എന്നെ സാറേ എന്നൊന്നും വിളിക്കേണ്ട വേണിച്ചേട്ടാ. ഓ, ഇതെന്താ അത്ഭുത, എന്റെ പേരൊക്കെ അറിയോ? അത് ശരി. രാജുവിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആരാ? നിങ്ങളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അന്ന് രാധാകൃഷ്ണൻ സാറ് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു. എന്തോ ഒരു ആവശ്യത്തിന് സാറിനെ കാണാൻ ഞാൻ വന്നിരുന്നു. ഓർമ്മയുണ്ടോ? 3-4 മാസം ഞാൻ സാറിന്റെ പുറകെ നടന്നു. ഒരു പ്രയോജനം ഉണ്ടായില്ല. വേണു ചേട്ടനെ സമ്മതിക്കണം. എന്തൊരു ഓർമ്മശക്തി. വേണിച്ചേട്ടാ, പഴയതൊക്കെ പോട്ടെ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം പറയാനാ. ഓ മോളെ, മോളുടെ വിഷമം അങ്കിളിന് മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് സാമ്പത്തികവും സ്റ്റാറ്റസും ഒക്കെ നോക്കിയാണോ കുട്ടികൾ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും? ചില പാരന്റ്സിന് അതൊന്നും മനസ്സിലാക്കാനുള്ള വിവരമില്ലെന്നേ. രാജു, ഞാൻ വളച്ചു കിട്ടാതെ കാര്യത്തിലേക്ക് വരാം. രാജുവിന് അറിയാലോ, ഈ ഇലക്ഷന് ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ വെറും ഡമ്മികളാ.
ശരിക്കുള്ള മത്സരം നടക്കാൻ പോകുന്നത് ഞാനും വർമ്മയും തമ്മിലാ. ഈ ഇലക്ഷന് രാജു എന്റെ കൂടെ നിന്നാ ദേ നിങ്ങൾ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, ഈ ഇലക്ഷൻ മുതൽ രാജു എന്നോടൊപ്പം നിന്നാ വർമ്മ കൊടുത്തുകൊണ്ടിരുന്ന പോലെ മാസശമ്പളമല്ല, നിങ്ങൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു തുക ഞാൻ രാജുവിന് നൽകും. എന്ന് നിങ്ങൾക്ക് ഈ വാടക വീട്ടിൽ കിടന്നാ മതിയോ? സ്വന്തമായി നല്ലൊരു വീട് വേണ്ടേ? ഒരു കാർ വേണ്ടേ? അതുപോലെ രാജുവിന്റെ അനിയത്തിയുടെ വിവാഹം, ചേച്ചിയുടെ സ്ത്രീധന തുകയുടെ പ്രശ്നങ്ങള് എല്ലാം രാജുവിന് പരിഹരിക്കാം. രാജു എന്റെ കൂടെ നിന്നാൽ ഈ ഇലക്ഷന് വർമ്മ സാർ തോറ്റ് മന്ത്രിസ്ഥാനത്ത് നിങ്ങൾ വന്ന നിങ്ങൾ എനിക്ക് എത്ര തരും? രാജു, മോനെ നീ എനിക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കണ്ടേ അച്ഛാ? എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ? പറയൂ രാധാകൃഷ്ണൻ ചേട്ടാ, ചേട്ടൻ എത്ര തരും? റെഡി ക്യാഷ് ആയിട്ട് ഇപ്പൊ ഇവിടെ വെച്ച് 50 ലക്ഷം തരും. ബാക്കി ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഡോ, ആ ബാഗിങ് എടുക്ക്. ഒരു മിനിറ്റ്. എന്താ രാജു? ഈ കാശ് വാങ്ങിയ പിന്നെ ഞാൻ ചേട്ടന് വേണ്ടി ഇലക്ഷൻ വർക്ക് ചെയ്യണം. ഒരു വിശ്വസ്തനായി ചേട്ടന്റെ ഒപ്പം എന്നും ഉണ്ടാവണം, അങ്ങനെയല്ലേ? അതെ രാജു. നാളെ മറ്റൊരാള് കൂടുതൽ പണം തന്ന് എന്നെ വിലക്കെടുക്കാൻ ശ്രമിച്ച? ഏയ്, രാജു അങ്ങനെ ചെയ്യോ? കുറച്ചു സമയം എന്നോട് സംസാരിച്ച് നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാമെന്ന് വെറുതെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തന്നപ്പോ നിങ്ങൾക്ക് എന്നോടുണ്ടായ വിശ്വാസമാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത്. അപ്പോ വർഷങ്ങളോളം ഞാൻ കൂടെ നിന്ന ആ വലിയ മനുഷ്യന് എന്നോട് എത്രത്തോളം വിശ്വാസം ഉണ്ടാവും? അദ്ദേഹത്തോട് ഞാൻ എത്രത്തോളം സത്യസന്ധത പുലർത്തണം? രാധാകൃഷ്ണൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കാരോടും വിശ്വാസവഞ്ചന കാണിക്കാൻ സാധിക്കില്ല. എന്റെ അച്ഛനും അമ്മയും ഞാൻ ഗുരുസ്ഥാനീയനെ കാണുന്ന വർമ്മ സാറും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്ന. വർമ്മ സാറിനോടുള്ള എന്റെ ആത്മാർത്ഥതയ്ക്ക് വിലപേശാൻ ദയവേത് ഇനി ഇങ്ങോട്ട് വരരുത്. ശരി രാജു, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വേഗം ആയിക്കോട്ടെ. ഞാനങ്ങ് പേടിച്ചു പോയി. എടാ രാജു, കുറച്ചു നേരത്തേക്ക് ഞങ്ങളെയൊക്കെ നീ തീ തീറ്റിച്ചു. വണ്ടി നിർത്ത്. സ്റ്റോപ്പ്, നിർത്ത്. കണ്ടോ അമ്മാവാ, ഞാൻ പറഞ്ഞല്ലേ ഇവിടേക്ക് വരണ്ടെന്ന്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും ക്യാഷ് കൊടുത്ത് ഈ രാധാകൃഷ്ണൻ ചൂണ്ടയിടുന്നുണ്ട്. എനിക്കുറപ്പാ രാജുവും അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കാണും. അല്ലെങ്കിൽ എന്തിനാ അയാൾ ഇവിടെ വന്നേ? അമ്മാവൻ, നമുക്ക് തിരിച്ചു പോവാം. ഡ്രൈവർ, വണ്ടി തിരിക്കും. നിൽക്ക്. അവനോട് 2 വർത്താനം പറയാതെ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. അച്ഛൻ. രാജു, എത്ര കിട്ടി? മനസ്സിലായില്ലേ? എത്ര രൂപയ്ക്കാ നീയൊക്കെ എന്നെ ഒറ്റിക്കൊടുത്തേന്നു? വർമ്മ സാറേ, അത് ഞാൻ
നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിന്നതിനേക്കാൾ കൂടുതൽ നിന്നിട്ടുള്ളത് എന്റെ ഒപ്പമാ. ഒരു അനിയനെ പോലെയോ മകനെ പോലെയോ എനിക്കറിയില്ല. അതിനേക്കാളും മുകളില ഞാൻ നിനക്കെന്റെ മനസ്സിൽ സ്ഥാനം തന്നിട്ടുള്ളത്. ആ നീ ആദ്യം മുന്നിൽ നിന്ന് എന്റെ നെഞ്ചിൽ തന്നെ കുത്തി. ഇപ്പോ ദൈവമായിട്ടാ എനിക്കിവിടെ വരാൻ തോന്നിയത്. പണത്തിന് വേണ്ടി എന്നെ ഒറ്റുകൊടുക്കുന്നവരുടെ കൂട്ടത്തില് നീ അധപതിക്കുന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. അച്ഛാ, ഞാൻ പറയുന്നത്. നീ മിണ്ടരുത്. ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാനുള്ള വക എന്നെ വിറ്റ് തന്നെ ഉണ്ടാക്കണമായിരുന്നോ? ഇതിലും നല്ലത് രണ്ടാളും കൂടെ റോഡിൽ ഇറങ്ങി തെണ്ടുന്നതായിരുന്നു. അതിന് ഇതിലും അന്തസ്സുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചു കാലം എന്റെ വീട്ടിൽ താൻ ഡ്രൈവറായിട്ട് വന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് തന്റെ കൂടെ വീട്ടിൽ വരുമായിരുന്ന തന്റെ മകനെ ഞാൻ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. വളർന്നു വലുതായപ്പോ അവൻ എന്റെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിച്ചു. ഞാൻ കൂടെ നിർത്തി. എന്റെ ജീവിതത്തില് ഒന്നും ഞാൻ അവനോട് മറച്ചു വച്ചിട്ടില്ല. ആ എന്റെ മനസ്സാ, എന്റെ മനസ്സാക്ഷിയാ, എന്റെ വിശ്വാസത്തെയാ ഇവനിപ്പോൾ കേവലം പണത്തിന് വേണ്ടി ഒറ്റുകൊടുത്തത്. സാരമില്ല. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വർമ്മ സാറേ, രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്നും ഞാൻ എത്ര രൂപയാണ് വാങ്ങിയതെന്ന് അയാളെ കൊണ്ട് തന്നെ ഞാൻ വർമ്മ സാറിനോട് പറയിപ്പിക്കാം. എന്നാലും ഞാൻ അത്രയ്ക്ക് നന്ദിയില്ലാത്തവനാണെന്ന് വർമ്മ സാർ വിചാരിച്ചല്ലോ. അവരൊരുപാട് പണം കൊടുക്കാന്ന് പറഞ്ഞത് സത്യവർമ്മ സാറേ. പക്ഷേ എന്റെ മകൻ ഒരു ചില്ലി കാശ് പോലും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല. ഞാൻ ഈ പറഞ്ഞത് നുണയാണെങ്കിൽ എന്റെ മകന്റെ തലയിൽ ഇടുത്തി വീണവൻ ചാവട്ടെ സാറേ. നിങ്ങൾ എന്തായി പറയുന്നേ? വർമ്മ സാറിന് ദോഷം വരുന്നൊന്നും എന്റെ മോൻ മനഃപൂർവ്വം ചെയ്യില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും അവന് കഴിയില്ല. സംശയം ഉണ്ടെങ്കിൽ സാർ അയാളെ തന്നെ വിളിച്ചു ചോദിക്ക്. ഋതിക മാഡത്തിന്റെ കാര്യത്തില് എന്റെ അനിയൻ വർമ്മ സാറിനോട് ചെയ്തത് തെറ്റാ. പക്ഷേ സാർ ഇപ്പൊ പറഞ്ഞത് പാടില്ല. രാജുവിനോട് വർമ്മ സാറ് ക്ഷമ ചോദിക്കുക. വേണ്ട, അവനത് വിഷമാവും. വർമ്മ സാറിനോട് ആരോ ഈ നുണയൊക്കെ പറഞ്ഞതാ. അല്ല, ഞാൻ വന്ന അതിനല്ല. ഹോം മിനിസ്റ്റർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രാജുവിനെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞു. രാജുവിന് സാധിക്കുമെങ്കിൽ ഇലക്ഷൻ വർക്കിന് എന്റെ ഒപ്പം നിൽക്കാം. ഇത് എന്റെ അഭിപ്രായമോ തീരുമാനമൊന്നുമല്ല, ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. രാജു വരൂ അച്ഛ. അച്ഛൻ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലും അച്ഛന് വേണ്ടി
അച്ഛൻ വീണ്ടും മന്ത്രിയായി ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കുന്നത് കാണാൻ രാജു അച്ഛന് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു. അച്ഛൻ രാജുവിനെ തെറ്റിദ്ധരിച്ചതും ശകാരിച്ചതുമെല്ലാം രാജുവിന് വിഷമായിട്ടുണ്ടാവും. പക്ഷെ അച്ഛന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നവരുടെ മുൻനിരയിൽ ആദ്യത്തെ ആളായി രാജു ഉണ്ടാവും. അത് അച്ഛന് വേണ്ടി മാത്രമല്ല, അച്ഛൻ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി.